Next problem, problem 4. Find the solution of the initial value problem 16y double dash minus 8y dash plus 145y is equal to 0 with the initial condition y of 0 is equal to minus 2 and y dash of 0 is equal to 1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ സൊല്യൂഷൻസ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷനിലുള്ള കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും. ആ കോൺസ്റ്റൻറ്റിന് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ അതിനാണ് നമുക്ക് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുള്ളത്. അതുമാതിരി തന്നെ നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ആസ് ടി ഇൻക്രീസസ് എന്ന് പറയുന്നത്. നമ്മളോട് ആ സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്കെച്ച് ചെയ്യാനും അതിനുമാതിരി തന്നെ ടി ഇൻക്രീസ് ചെയ്യുമ്പം എന്താണ് സൊല്യൂഷന് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാം. നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴും അനലൈസ് ചെയ്യാം. ഇതിൻ്റെ ഡിഗ്രി ഏതാ നോക്കുക? 2 ആണ്. 2 സെക്കൻഡ് ഡിഗ്രി ആണ്. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ എല്ലാ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇത് എന്താണ്? ഹോമോജീനിയസ് ആണ്. സോ പിന്നെ വൈയും വൈൻ്റെ ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെയൊക്കെ പവർ 1 ആണ് അല്ലേ? അതായത് സ്ക്വയർ ടേംസ് ഒന്നുമില്ല. വൈയോ വൈൻ്റെ ഡെറിവേറ്റീവ്സിന് സ്ക്വയർ ടേംസോ ക്യൂബ് ടേംസോ ഒന്നുമില്ല. അപ്പോൾ അതും വൈയും വൈൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ ലീനിയർ ആണെന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ലീനിയർ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആണ്. സോ ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് ഏത് റൂട്ടാണ്? ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വെച്ച് എഴുതുക. അല്ല കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വെച്ചിട്ട് എഴുതാം. നമ്മൾ അതിൻ്റെയൊക്കെ ഫോം പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോമിൽ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാമെന്ന് കുറേ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി പറയണില്ല വീണ്ടും. ഇപ്പോൾ 16m² മൈനസ് 8m പ്ലസ് 145 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. അതായത് ഇനി വേണമെങ്കിൽ പറയാം 16 ഇൻറ്റു ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതി, ദെൻ m² പ്ലസ് വൈ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതി. വൈ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാ? മൈനസ് 8 ഇൻറ്റു m പ്ലസ് 145 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? b² മൈനസ് 4ac വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. സോ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് m is equal to മൈനസ് ഓഫ് 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² എന്ന് പറയുന്നത് 8² മൈനസ് 4ac 4 ഇൻറ്റു 16 ഇൻറ്റു 145 എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്ററൊക്കെ വെച്ച് ഒന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടും 8 പ്ലസ് ഓർ മൈനസ് 96 ഡിവൈഡഡ് ബൈ 32 എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 8 ഡിവൈഡഡ് ബൈ 32 പ്ലസ് ഓർ മൈനസ് 96 ഡിവൈഡഡ് ബൈ 32 എന്ന് വരാം. അതെന്ന് പറയുന്നത് ഇങ്ങനെ ആയിട്ട് മാറും. എന്താണ്? 1/4 പ്ലസ് ഓർ മൈനസ് 3 ആയി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ? അതായത് നമുക്ക് നമ്മുടെ കോംപ്ലക്സ് റൂട്ട് ഏതൊക്കെയാണുള്ളത്? അതായത് 1/4 പ്ലസ് 3 ആയി എന്ന് പറയുന്നതും അതേമാതിരി തന്നെ 1/4 മൈനസ് 3 ആയി എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് റൂട്ട്സ് നമുക്ക് കിട്ടിപ്പോയി. അപ്പോൾ ഈ രണ്ട് റൂട്ട് കിട്ടിയത് കോംപ്ലക്സ് റൂട്ട് ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്ത് എഴുതാം? ഇതിൻ്റെ ആൽഫയും ബീറ്റയൊക്കെ എന്താണെന്ന് എഴുതാം അല്ലേ? ഇപ്പോൾ ഹെൻസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഹാസ് 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ്. m1 is equal to 1/4 പ്ലസ് 3 ആയി എന്ന് പറയുന്നതും അതേമാതിരി തന്നെ m2 is equal to 1/4 മൈനസ് 3 ആയി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 ആയിരിക്കും. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആണ് അല്ലേ? ആൽഫ സിക്വൽ ടു 1/4ഉം ബീറ്റ സിക്വൽ ടു 3. ഇനി നമുക്ക് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എഴുതണം. ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമ്മൾ എങ്ങനെ എഴുതാറ്? അതായത് ഇ പവർ ആൽഫ ടി ഇൻറ്റു കോസ് ബീറ്റ ടി എന്ന് പറയുന്നതും ഇ പവർ ആൽഫ ടി ഇൻറ്റു സൈൻ ബീറ്റ ടിയും ആണ് നമുക്ക് ഇവിടെ വരിക. രണ്ട് കോംപ്ലക്സ് റൂട്ട്സ് വരുന്ന സമയത്തുള്ള ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഇ പവർ ആൽഫ ടി ഇൻറ്റു കോസ് ബീറ്റ ടി, അതേമാതിരി തന്നെ ഇ പവർ ആൽഫ ടി ഇൻറ്റു സൈൻ ബീറ്റ ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഒക്കെ വാല്യൂ കൊടുത്ത് നമ്മൾ അത് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടി? ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ പവർ ടി ബൈ 4 ഇൻറ്റു കോസ് 3t ഇ പവർ മൈനസ് ടി ബൈ 4 ഇൻറ്റു സൈൻ 3t എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ രണ്ട് സൊല്യൂഷൻസ് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് അല്ലേ പ്ലസ് ആണ്. e⁴ ഇൻറ്റു സൈൻ 3t എന്ന് പറയുന്നതാണ് നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് പറയാറ്, e⁴ ഇൻറ്റു കോസ് ബീറ്റ ടി എന്നും അതുപോലെ തന്നെ e⁴ ഇൻറ്റു സൈൻ ബീറ്റ ടി എന്നാണ്. ആൽഫയ്ക്കും ബീറ്റയ്ക്കും വാല്യൂ കൊടുക്കുക. ആൽഫയ്ക്ക് എന്താ കൊടുക്കേണ്ടത് 1/4 എന്ന് പറയുന്നത്, ബീറ്റയ്ക്ക് 3 കൊടുക്കുമ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് e⁴ ഇൻറ്റു കോസ് 3t e⁴ ഇൻറ്റു സൈൻ 3t എന്ന് കിട്ടി. ഇനി അതേമാതിരി തന്നെ നമ്മൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതാം. എന്താണ് രണ്ട് കോംപ്ലക്സ് റൂട്ട്സ് കിട്ടുമ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ വരിക? കോംപ്ലക്സ് റൂട്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ y is equal to e⁴ ഇൻറ്റു a cos ബീറ്റ ടി പ്ലസ് b സൈൻ ബീറ്റ ടി എന്നായിരുന്നു അല്ലേ. അപ്പം ഇനി നമ്മൾ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ആൽഫ = 1/4 ബീറ്റ = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to e⁴ ഇൻറ്റു a cos ബീറ്റ ടി എന്ന് പറയുമ്പോൾ a cos 3t പ്ലസ് b sin 3t എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് ആകുമ്പോഴുള്ള എന്ത് കിട്ടി? ജനറൽ സൊല്യൂഷൻ കിട്ടി. y is equal to e⁴ ഇൻറ്റു a cos 3t പ്ലസ് b sin 3t എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എനെയും ബിനെയും നമുക്ക് കണ്ടുപിടിക്കണം. ഈ എനെയും ബിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നത്? y of 0 = -2 എന്ന് പറഞ്ഞു, y dash of 0 = 1 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം y of 0 = -2 കൊടുത്തിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ അവിടെ വെക്കുക. ദെൻ നമ്മൾ ഓൾറെഡി പിന്നെ അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ y ഡാഷിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ ആ ജനറൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ y is equal to ഒരു സംഭവം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ ആ രണ്ട് ഇക്വേഷൻസ് കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് y of 0 = -2 എന്ന് പറയുന്നത് എടുക്കുകയാണ്. y of 0 = -2. അപ്പം എന്താ ചെയ്യേണ്ടത്? വൈന് പകരം -2 എന്നും ടിക്ക് പകരം നമുക്ക് എന്താണ് 0 എന്നാണ് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നമുക്ക് വൈയിലും ടിയിലും അല്ലേ നമ്മുടെ ഫംഗ്ഷൻ നോക്കിക്കേ, വൈയും ടിയും ആണ്. അപ്പോൾ ടിക്ക് നമ്മൾ 0 കൊടുക്കുക. അതേമാതിരി തന്നെ എന്തായിരുന്നു? വൈക്ക് പകരം -2 എന്ന് കൂടിയും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് വരും? -2 = e⁴ എന്നായിരുന്നു. അപ്പോൾ എന്ത് വരും? e⁴ വരും. 0/4 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? e⁴ തന്നെ വരും. സോ വിച്ച് ഈസ് സിംപ്ലൈസ് ദാറ്റ് e⁴ ഇൻറ്റു a cos 3t a cos 3 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0. അപ്പോൾ എന്തായിട്ട് മാറും? a cos 0 എന്ന് തന്നെ വരും. ഇനി അടുത്തത് b sin 0 എന്ന് വരും. അടുത്തത് എന്തായിരിക്കും? b sin 0. കാരണം b ഇൻറ്റു സൈൻ 3 ഇൻറ്റു 0 എന്ന് വരുമ്പോൾ അത് 0 എന്ന് വരും. ഇനി നമുക്ക് അറിയുന്നതാണ് sin 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകും. cos 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ e⁴ വാല്യൂ 1 ആണെന്ന് അറിയാം അല്ലേ. അപ്പം നമുക്ക് എന്ത് വരും? a × 1 × 1 = -2. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? a is equal to -2 എന്ന് കിട്ടി. എന്താ നമുക്ക് കിട്ടിയത്? a is equal to -2 എന്ന് പറഞ്ഞതായിരുന്നു നമുക്ക് കിട്ടിയത്. സോ a is equal to -2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത്? y dash of 0 = 1 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് y ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആണ് അല്ലേ. e⁴ ഇൻറ്റു a cos 3t പ്ലസ് b sin 3t എന്നാണ്. സോ നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫോമിൽ. സോ നമ്മൾ y ഡാഷ് കാണാണ്. y ഡാഷ് കാണുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഞാൻ അവിടെ നിർത്തി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? e⁴ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. സോ a cos 3t എന്ന് പറയുന്നതിനെ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a കോൺസ്റ്റന്റ് ആണ്. a ഇൻറ്റു cos 3tനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -3t. സോ a ഇൻറ്റു -3t ഇൻറ്റു വീണ്ടും നമ്മൾ എന്തിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം? 3tനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 3tനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റു ഒരു 3 വരും. സോ ആ ടേം എന്തായിട്ട് മാറും? ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് -3 ഇൻറ്റു a sin 3t എന്ന് കിട്ടും. ഇനി അതേമാതിരി തന്നെ നമ്മൾ ഈ ഒരു ടേമിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? b കോൺസ്റ്റന്റ് ആണ്. b ഇൻറ്റു sin 3tനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത വരും cos 3t. പിന്നെ വീണ്ടും നമ്മൾ എന്തിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം? 3tനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് 3b ഇൻറ്റു cos 3t എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ
സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു ഇവിടെ എ കോസ് 3t പ്ലസ് ബി സൈൻ 3t ഇൻറ്റു ഡെറിവേറ്റീവ് ഇ പവർ ടി ബൈ ഫോറിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക ഇ പവർ ടി ബൈ ഫോർ ഇൻറ്റു ടി ബൈ ഫോറിന് നമ്മൾ വീണ്ടും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും 1/4 എന്ന് വരും. സോ ആ ടേം എന്തായിട്ട് മാറും എ കോസ് 3t പ്ലസ് ബി സൈൻ 3t ഇൻറ്റു ഇ പവർ ടി ബൈ ഫോർ ഇൻറ്റു 1/4 എന്ന് നമുക്ക് കിട്ടിപ്പോയി. അപ്പോൾ നമുക്ക് y ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ഒരു ടേം കിട്ടി. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എഴുതുക ഇ പവർ ടി ബൈ ഫോർ ഇൻറ്റു -3 ഇൻറ്റു എ സൈൻ 3t പ്ലസ് ഇ പവർ ടി ബൈ ഫോർ ഇൻറ്റു 3b കോസ് 3β ഇൻറ്റു പ്ലസ് അങ്ങനെ ബാക്കിയുള്ള ടേംസ് ഒക്കെ പാടെ എന്ത് ചെയ്യുക ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. എന്നിട്ട് നമ്മൾ ടേംസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോമിലാണ്. ഈ ഒരു ഫോമിൽ വരും y ഡാഷ് ഇസ് ഈക്വൽ ടു ഇ പവർ ടി ബൈ ഫോർ ഇൻറ്റു 1/4 a പ്ലസ് 1/4 a പ്ലസ് 3b ഇൻറ്റു കോസ് 3t മൈനസ് 3a മൈനസ് 1/4 ഇൻറ്റു ബി സൈൻ 3t എന്ന് പറയും. അതായത് നമ്മൾ അത് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ പവർ ടി ബൈ ഫോർ കോമൺ ആയിരിക്കും, അതിനെ പുറത്തേക്ക് എടുക്കുക. പിന്നെ നമ്മൾ കോസ് 3tൻ്റെ ടേംസ് ഒക്കെ അടുപ്പിച്ച് എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് കോസ് 3tനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ടേംസ് എഴുതുക. അതുമാതിരി തന്നെ സൈൻ 3tനെ അടുപ്പിച്ച് എഴുതുക. സൈൻ 3tൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുക. എന്നിട്ട് അതിന് സൈൻ 3t കോമൺ ആക്കിയിട്ടുള്ള ബാക്കി ടേംസ് അവിടെ എഴുതാം. എന്നിങ്ങനെ എഴുതി അതിനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോമിലോട്ട് എത്തുക എന്ന് പറയാൻ. ഇറ്റ്സ് എൻ എക്സസൈസ് ഫോർ യു. ദെൻ നമ്മൾ പറയുന്നത് ബൈ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ. നമ്മുടെ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു y ഡാഷ് ഓഫ് 0 is equal to 1 എന്നായിരുന്നു തന്നിരുന്നത്. അപ്പോൾ നമുക്ക് എന്താ എടുക്കണ്ടേ y ഡാഷ് is equal to 1 എന്നും അതേമാതിരി t is equal to 0 എന്നും എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് വരും y ഡാഷിന് വരും 1 കൊടുത്തു, tക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇ പവർ 0 ഇൻറ്റു 1/4 a പ്ലസ് 3b ഇൻറ്റു കോസ് 3t എന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ് ഇൻറ്റു 3 ഇൻറ്റു 0 ആക്കും. അപ്പോൾ എന്ത് വരും കോസ് 0 എന്ന് വരും. അതേമാതിരി മൈനസ് 3a മൈനസ് 1/4 ഇൻറ്റു ബി ഇൻറ്റു സൈൻ 0 എന്ന് വരും. അപ്പോൾ 3a മൈനസ് 1/4 ബി ഇൻറ്റു സൈൻ 0 എന്ന് വരും. അപ്പോൾ നമുക്കറിയുന്നതാണ് സൈൻ 0 ഈസ് ഓൾവേസ് 0. സോ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോകും. ദെൻ നമുക്ക് റിമൈനിങ് ആയിട്ട് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഒരു ടേം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്താണ് 1/4 a പ്ലസ് 3b is equal to 1 എന്ന് നമുക്ക് കിട്ടി. ഓൾറെഡി നമ്മൾ എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു a is equal to -2 എന്ന് നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും 1/4 ഇൻറ്റു -2 പ്ലസ് 3b ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു ടേം ഇവിടുത്തെ ഒരു 2ഉം 2 കൂടിയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ -1/2 ആയിരിക്കും. സോ ഞാൻ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. 3b മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ 3b ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും 1/2 പ്ലസ് 1 1/2 പ്ലസ് 1/2 1 പ്ലസ് 1/2 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് അല്ല അത് ആഡ് ചെയ്ത് എന്താ കിട്ടിയത് നമുക്ക് 3/2. സോ 3b ഈസ് ഈക്വൽ ടു 3/2. ഇപ്പോൾ രണ്ട് സൈഡിലും LHSലും RHSലും ഒരു 3 ഉണ്ട്. അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി b ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി b ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ്. അപ്പോൾ എന്റെ വാല്യൂം ബിൻ്റെ വാല്യൂ നമ്മൾ ആ ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ആ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ y is equal to e power t by 4 ഇൻറ്റു -2 ഇൻറ്റു കോസ് 3t പ്ലസ് 1/2 ഇൻറ്റു സൈൻ 3t എന്ന് കിട്ടി. ഓക്കെ, എന്താ കിട്ടിയത് y is equal to e power t by 4 -2 ഇൻറ്റു കോസ് 3t പ്ലസ് 1/2 സൈൻ t. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷനും കിട്ടി. ജനറൽ സൊല്യൂഷനിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ കോൺസ്റ്റൻസ് ഏതാണെന്ന് കൂടി കണ്ടുപിടിച്ചു. സോ അങ്ങനെ നമ്മൾ ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ്റെ ഗ്രാഫ് കൂടി നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കയ്യിൽ എന്താണ് y is equal to ഈ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുക. tക്ക് 0 കൊടുക്കുക. tക്ക് 0 കൊടുത്തിട്ട് നമ്മളിത് ചെയ്ത് കിട്ടുമ്പോൾ എന്താ വാല്യൂ yന് എന്താ വാല്യൂ കിട്ടുക എന്ന് നോക്കാം. അതേമാതിരി തന്നെ അടുത്തത് t is equal to 1 കൊടുക്കുക. അപ്പോൾ yന് വാല്യൂ എന്താ വരിക. അതേമാതിരി തന്നെ tക്ക് ഒരു 2 കൊടുക്കുക. അപ്പോൾ yന് എന്താ വാല്യൂ എന്ന് വരിക നോക്കാം. അതേമാതിരി തന്നെ tക്ക് ഒരു -1 കൊടുക്കുക. അപ്പോൾ എന്താ വാല്യൂ വരിക നോക്കാം. അങ്ങനെ നമ്മൾ നോക്കി സാധാരണ ഗ്രാഫ് വരയ്ക്കണം മതി. അപ്പോൾ ഇതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ വാല്യൂസ് കിട്ടും. വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാറ് അപ്പോൾ അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ
നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ പോയിന്റ് ഇപ്പം നമ്മളിവിടെ പോസിറ്റീവ് സൈഡിലോട്ട് മാത്രമേ ഗ്രാഫ് വരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് സൈഡിലോട്ട് ഗ്രാഫ് വരഞ്ഞ് എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് സൈഡിലോട്ട് ഗ്രാഫ് വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എവിടെ നിന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് y0 = -2 എന്ന് പറയുന്നതും അതുമാതിരി തന്നെ y' എന്ന് പറയുന്നത് =1 എന്ന് തന്നിരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 0 മുതലാണ് കൺസിഡർ. അപ്പോൾ ആ ഇനീഷ്യൽ പോയിന്റ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരുന്നു. ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ പറയുന്നത് 0. അപ്പോൾ 0 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ തന്നെ ആസ് എ ബിഹേവിയർ ഓഫ് ഈ ഗ്രാഫിൻ്റെ ബിഹേവിയറോടും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ആസ് ടി അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി, ടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ഗ്രാഫിൻ്റെ ബിഹേവിയർ ആയിരുന്നു നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് എടുക്കുന്നത്? 0 to ഇൻഫിനിറ്റി വരെയുള്ള പോർഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓൺലി പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ സൈഡിലുള്ള ഗ്രാഫ് മാത്രമേ വരയ്ക്കേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? എക്സിന് 0 ഇട്ട് ടിക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ നോക്കുക, ടിക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ നോക്കുക, 1/2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വാല്യൂ നോക്കുക, അങ്ങനെ ഓരോ വാല്യൂസും നോക്കുക. അപ്പോൾ നെഗറ്റീവ് സൈഡിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഓരോ വാല്യൂസ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു തരത്തിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഒന്നുകൂടി നമ്മൾ ഈ ഗ്രാഫിനെ ഒന്നുകൂടി അനലൈസ് ചെയ്യുക. ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. ടി കൂടുന്തോറും ഇതിൻ്റെ പീക്ക് അല്ലേ, ഇവിടെ ടി കുറവായിരുന്നു അപ്പോൾ ഇതിൻ്റെ പീക്ക് കുറവായിരുന്നു, വീണ്ടും ടി കൂടിയപ്പോൾ ഇതിൻ്റെ പീക്ക് കൂടി അല്ലേ. അതേമാതിരി തന്നെ താഴത്തോട്ടുള്ളതും കൂടി, പിന്നെയും ടി കൂടുന്തോറും കൂടി വരികയാണ്. ഇനി ഇതിങ്ങനെ എന്ത് ചെയ്യാണ്? കൂടി 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 പോവാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാഫ് പോകുന്നതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുക? ഇങ്ങനെ ഈ ഗ്രാഫ് പോകുന്നതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുക. അപ്പോൾ ടി കൂടി വരുന്തോറും ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? ഓസിലേറ്റ് ചെയ്യുകയാണ്. എവിടെ നിന്ന് എവിടെ ആയിട്ട്, അതായത് ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ മാറി മാറി പോകുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരഞ്ഞത്. ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മളോട് ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയണത് ഇതിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ. ആസ് ദ പ്രസൻസ് ഓഫ് ട്രിഗണോമെട്രി ഫാക്ടേഴ്സ് ഇൻ ദ എബോവ് സൊല്യൂഷൻ ഇൻഡിക്കേറ്റ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ സൊല്യൂഷൻ എഴുതിയപ്പോൾ നമ്മൾ ജനറൽ സൊല്യൂഷൻ അല്ല, നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ y= എഴുതിയപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്തായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്? y= e⁻t/4 × -2 cos 3t + 1/2 sin 3t എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ sin 3tയും cos 3t ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ സൊല്യൂഷനിൽ എന്തുണ്ട്? സൈനിൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷൻസ് ഉണ്ട്. സൈനിൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷൻസ് ഉണ്ടായതുകൊണ്ട് എന്താണ്? നമ്മുടെ ഗ്രാഫ് ഓസിലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സൈനിൻ്റെ ഗ്രാഫ് വരുന്നത് എന്താ? സൈനിൻ്റെ ഗ്രാഫ് sin 0 ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ്, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് 0യിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് സൈനിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണ് അല്ലേ, ഇങ്ങനെയാണ് ഒക്കെ പോണത്. ഈ ഗ്രാഫ് ഓസിലേറ്റ് ചെയ്തിട്ടല്ലേ ഈ ഗ്രാഫ് പോണത്. സൈനിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി കോസിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോഴും എങ്ങനെ തന്നെയാണ്, ഇതേമാതിരി തന്നെയാണ്, ഓസിലേറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് പോണത്. സൈനിൻ്റെ ഗ്രാഫ് കോസിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓസിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രിഗണോമെട്രി ഫാക്ടേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണത്? ഓസിലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഓസിലേഷൻ്റെ പവർ അല്ലേ, ഇവിടെ നിന്ന് നോക്കിക്കേ, ഓസിലേഷൻ നടത്തുമ്പോൾ എന്താണ്? ഓരോന്നിൻ്റെയും ടി ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഈ ഓസിലേഷൻ്റെ പീക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂടി കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇത് കൂടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കുന്നത്. ഇപ്പോൾ ടി കൂടുമ്പോൾ, അതായത് നമുക്ക് e⁻t/4 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടി കൂടി വരും. എപ്പോൾ? ടി ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ടിൻ്റെ വാല്യൂസ് കൂടി കൂടി വരുമ്പോൾ അത് എന്ത് ചെയ്യാണ്? അതായത് e⁻x വാല്യൂ, e⁻t/4 വാല്യൂ എന്ന് പറയുന്നത് കൂടി കൂടി വരും. സോ ടി ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ e⁻∞ എന്ന് പറയുന്നതും എവിടേക്കാണ് അപ്രോച്ച് ചെയ്യുക? ഇൻഫിനിറ്റിയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ആസ് ടി ഇൻക്രീസസ് e⁻t/4 ഈസ് ആൾസോ ഇൻക്രീസസ് ആൻഡ് ഹെൻസ് ദ സൊല്യൂഷൻ ഓഫ് ദ എബോവ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഓസിലേറ്റ് ഇൻഫിനിറ്റ്ലി. അതെന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ഓസിലേറ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ പറയണത് ഓക്കെ, ഇൻഫിനിറ്റി ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരഞ്ഞപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഓസിലേറ്റ് ചെയ്ത് പോകാന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു പ്രോബ്ലം തന്നു. ഇതിൽ ഒരുപാട് പ്രോബ്ലത്തിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എന്താ പറയുക, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നത്. അത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആയിരുന്നു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി അതിന് റൂട്ട്സ് ഏതൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ 2 കോംപ്ലക്സ് റൂട്ടാണ് ഉണ്ടായത്. ആ കോംപ്ലക്സ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ, ആദ്യം ഫണ്ടമെൻ്റൽ സെറ്റ്
സെറ്റ് ഓഫ് സൊല്യൂഷൻ എഴുതി, പിന്നെ ജനറൽ സൊല്യൂഷൻ എഴുതി. അതിനുശേഷം നമുക്ക് ആ കോൺസ്റ്റന്റ് എയും ബിയും കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ചു. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻ y of 0 = -2 ചൂസ് ചെയ്തപ്പോൾ നമുക്ക് a = -2 കിട്ടി. പിന്നെ നമുക്ക് y dash of 0 = 1 എന്നായിരുന്നു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയ yനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് y dash കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിൽ ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ബിൻ്റെ വാല്യൂ കൂടിയും കിട്ടി. ആ ബിൻ്റെ വാല്യൂ എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് y = കിട്ടി. അതിനുശേഷം നമ്മൾ ഗ്രാഫ് വരഞ്ഞു. എൻ്റെ ഗ്രാഫിൻ്റെ ബിഹേവിയർ കൂടി ഡിസ്കസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും ലാസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്.